ഇന്ത്യയിലെ അപൂർവമായ കടൽക്ഷേത്രങ്ങളിലൊന്നും ഭാവ്നഗറിൽ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നുമായ ഗുജറാത്തിലെ ഭാവ്നഗറിനടുത്തുള്ള കോലിയാക്കിൽ സ്ഥിതി ചെയ്യുന്ന നിഷ്കലങ്ക് മഹാദേവ ക്ഷേത്രം. കടലിൽ 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു. 5 വ്യത്യസ്ത സ്വയംഭൂ ശിവലിംഗങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഓരോ ശിവലിംഗത്തിനും അഭിമുഖമായി ഓരോ നന്ദിപ്രതിമയുമുണ്ട്. കടലിലെ ഉയർന്ന വേലിയേറ്റ സമയത്ത് ഈ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുകയും താഴ്ന്ന വേലിയേറ്റ സമയത്ത് ഉയർന്നു വരികയും ചെയ്യുന്നു. ഭക്തർക്ക് എല്ലാ പാപങ്ങളും കഴുകിക്കളയുമെന്നാണ് വിശ്വാസം. വേലിയേറ്റ സമയത്ത് ഭഗവാന്റെ വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുന്നു. കാണാൻ കഴിയുന്നത് പതാക മാത്രമാണ്. സ്തംഭവും കാണുവാൻ സാധിക്കും. ഉയർന്ന വേലിയേറ്റത്തെ നേരിടാൻ പ്രത്യേക ശ്രദ്ധയോടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ കൗരവരെയും കൊന്നതിന് ശേഷം പാണ്ഡവർക്ക് തങ്ങളുടെ പാപങ്ങൾക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങി എന്നാണ് ഐതിഹ്യം. പാപപരിഹാരം കണ്ടെത്താൻ പാണ്ഡവർ കൃഷ്ണനെ സമീപിച്ചു. അദ്ദേഹം അവർക്ക് ഒരു കറുത്ത പതാകയും ഒരു കറുത്ത പശുവിനെയും നൽകി. എപ്പോഴാണ് പതാകയും പശുവും വെളുത്തതായി മാറുന്നത് അപ്പോൾ എല്ലാം ക്ഷമിക്കപ്പെടുമെന്നും പറഞ്ഞു. വീണ്ടും ശിവനോട് ക്ഷമ ചോദിക്കുവാനും ആവശ്യപ്പെട്ടു. പാണ്ഡവർ വളരെ വർഷങ്ങളോളം ഈ പതാകയും പശുവിനെയും കൊണ്ടു നടന്നു. എവിടെ ചെന്നിട്ടും അതിൻ്റെ നിറം മാറിയില്ല. ഒടുവിൽ അവർ കോലിയക്ക് ബീച്ചിലെത്തിയപ്പോൾ പതാകയും പശുവും വെളുത്തതായി മാറി. താമസിയാതെ പാണ്ഡവർ ശിവനെ ധ്യാനിക്കുകയും അവർ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥനകളിൽ ആകൃഷ്ടനായ ശിവൻ ഓരോ സഹോദരനും ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ അവർ അതിനെ നിഷ്കളങ്ക് മഹാദേവ് എന്ന് വിളിച്ചു. അതായത് കളങ്കമില്ലാത്തവൻ, ശുദ്ധൻ, നിരപരാധി. ഇന്ത്യൻ കലണ്ടർ പ്രകാരം ശ്രാവണ മാസത്തിലെ അമാവാസി രാത്രിയിലാണ് പ്രശസ്തമായ മേള നടക്കുന്നത്. ഭാവ്നഗറിലെ മഹാരാജാക്കന്മാർ പതാക ഉയർത്തിയാണ് ക്ഷേത്രോത്സവം ആരംഭിക്കുന്നത്. ഈ പതാക 364 ദിവസം പ്രദർശിപ്പിക്കുകയും അടുത്ത ക്ഷേത്രോത്സവ സമയത്ത് മാറ്റുകയും ചെയ്യുന്നു. വേലിയിറക്ക സമയത്ത് കരയിൽ നിന്ന് നഗ്നപാതരായി നടന്നാണ് ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നത്. ഭക്തർ പാണ്ഡവാസ് കുളം എന്ന കുളത്തിൽ കൈകാലുകൾ കഴുകി ക്ഷേത്രത്തിലെത്തുന്നു. തുടർന്ന് ക്ഷേത്രം സന്ദർശിക്കുന്നു. പ്രത്യേകിച്ച് അമാവാസി, പൗർണമി ദിവസങ്ങളിൽ വേലിയേറ്റം സജീവമായിരിക്കും. ഈ ദിവസങ്ങളിൽ വേലിയേറ്റം അപ്രത്യക്ഷമാകുവാൻ ഭക്തർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിനാൽ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് കടലിലെ ഉയർന്ന വേലിയേറ്റത്തിൻ്റെയും താഴ്ന്ന വേലിയേറ്റത്തിൻ്റെയും സമയം കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം.